ഗെയില് ഇപ്പൊ അവകാശപ്പെടുന്നുണ്ട് ഞങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവന്നു. ഗെയിൽ പൈപ്പ് ലൈൻ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണെന്ന് പറഞ്ഞ മന്ത്രി, വ്യവസായ മന്ത്രി മന്ത്രിസഭയിലിരിക്കുക. ഒരാൾ നുണ പറയുമ്പോഴാണ് ഏറ്റവും സത്യസന്ധമായി പറയുന്ന പോലെ കാണിക്കുക. ബാക്കിയെല്ലാം എന്ത് ചെയ്താലും നുണ മറ്റവനെ കൺവിൻസ് ചെയ്യാൻ വളരെ സത്യസന്ധമായിട്ട് ആയിരിക്കും പെർഫോം ചെയ്യുക. ഗെയിൽ പൈപ്പ് ലൈൻ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണെന്ന് പറഞ്ഞ മന്ത്രി, വ്യവസായ മന്ത്രി മന്ത്രിസഭയിലിരിക്കുക. ഒരു കാര്യം രാജീവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഞാനൊരു മീറ്റ് ദി എഡിറ്റേഴ്സ് പരിപാടിയിൽ പി രാജീവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഒരു അബദ്ധം പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് ഒരാളെന്നെ വിളിച്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അത് ഈ എറണാകുളത്തെ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പി രാജീവ് ജലബോംബ് എന്നൊരു പ്രയോഗം നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ മീറ്റ് ദി എഡിറ്റേഴ്സിൽ പറഞ്ഞു. ആ പൈപ്പ് പദ്ധതി ഇപ്പോൾ വലിയ സംസ്ഥാന സർക്കാരിന്റെ നേട്ടമായി ഉയർത്തി കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ശ്രീ പി രാജീവ്, അതുമായി ബന്ധപ്പെട്ടൊരു വലിയ ഒരു തെറ്റിദ്ധാരണ കേരളത്തിലുണ്ട്. അത് വലിയ രീതിയിൽ താങ്കളുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണത്, ജലബോംബ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടത്? എന്തായിരുന്നു ഒരു സാഹചര്യം? അതിനകത്തൊരു ക്ലാരിറ്റി വരുത്താൻ ഈ അവസരം ഉപയോഗിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം എനിക്ക് പറ്റിയൊരു വീഴ്ചയായതുകൊണ്ട്. അത് വളരെ സ്വാഗതാർഹമായ യഥാർത്ഥത്തിൽ നമ്മുടെ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ തൃത്താലയിലും മറ്റോ നടന്നു തോന്നുന്നു. ഈ ഗെയിൽ പൈപ്പ് ലൈനെതിരെയുള്ള സമരത്തിൽ ഈ വാതക ബോംബ് എന്ന് പറഞ്ഞ ഒരു നോട്ടീസും അത് ഉദ്ഘാടനം ചെയ്യുന്നത് പി രാജീവ് MP എന്ന് പറഞ്ഞൊരു നോട്ടീസാണ് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. ഈ പറയുന്ന സ്ഥലം ഞാൻ ജീവിതത്തിൽ ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ്. എന്നാൽ നാം കാണേണ്ടത് ഗെയിൽ പൈപ്പ് ലൈൻ പോകുന്ന സ്ഥലങ്ങളിലുള്ള സമരങ്ങൾ, പല സമരങ്ങളുണ്ടായിരുന്നു. ആ സമരങ്ങളിൽ എറണാകുളം ജില്ലയിലെ സമരങ്ങളിൽ ഞാൻ ഭാഗഭാക്കായിട്ടുള്ളതാണ്. അന്നത്തെ ആവശ്യം എന്നുള്ളത് ഒന്ന്, ന്യായമായ നഷ്ടപരിഹാരം നൽകണം. അലൈൻമെന്റ് വീടിനൊക്കെ ഞങ്ങളന്ന് സന്ദർശിക്കുമ്പോൾ തന്നെ കൃഷിയർ സ്വാമികളുള്ള സമയത്താണ് വീടുകളോടൊക്കെ ചേർന്നുള്ള നിയമവിരുദ്ധമായിട്ടുള്ള അലൈൻമെന്റാണ്. അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു, ചർച്ച വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, MP ക്ക് അറിയാലോ ഇവിടെ കേന്ദ്ര നിയമമാണ്, ഏറ്റെടുക്കുന്ന ഭൂമിയുടെ 10% വിലയാണ് കൊടുക്കാൻ കഴിയുകയുള്ളൂ. ആ സമരം തുടരുകയാണ് ചെയ്തത്. പിന്നെ കഴിഞ്ഞ ഗവൺമെന്റിൽ ശ്രീ പിണറായി മുഖ്യമന്ത്രിയായി. അപ്പോൾ വീണ്ടും ചർച്ചയ്ക്ക് വന്നു. ആ ചർച്ചയിൽ ഉദ്യോഗസ്ഥർ മാറുന്നില്ലല്ലോ. അവർ പറഞ്ഞു കേന്ദ്ര നിയമമാണ് സാർ, 10% കൊടുക്കാൻ കഴിയുള്ളൂ. പക്ഷെ അന്ന് പിണറായിയുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഗെയിൽ പൈപ്പ് ലൈൻ ഇടുന്നതിനെതിരെയുള്ള എല്ലാ സമരങ്ങളും അവസാനിപ്പിച്ചത്. ആ ചോദ്യം, ഭൂമിയുടെ വില ആരാണ് നിശ്ചയിക്കുന്നത്? സ്റ്റേറ്റ് ആണോ കേന്ദ്രമാണോ? അപ്പോൾ ഉദ്യോഗസ്ഥരുടെ സംസ്ഥാനമാണ്. അപ്പോൾ നിങ്ങൾ ഇവർക്ക് ന്യായമായ വില കിട്ടാവുന്ന രൂപത്തിൽ ഭൂമിയുടെ വില നിശ്ചയിച്ചോ. 100 രൂപയാണ് ഭൂമിയുടെ വിലയെങ്കിൽ 10% 10 രൂപയെ കിട്ടുള്ളൂ. അത് നിങ്ങൾ 1000 ആക്കിയാൽ 100 രൂപ കിട്ടും. ഉടമസ്ഥാവകാശം പോവില്ല, ഉപയോഗാവകാശം മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണ് ഇവിടെ ആ സമരം അവസാനിച്ചത്. അപ്പോൾ മറ്റൊന്നും നമ്മളിപ്പോൾ ഒരു പ്രത്യേകിച്ച് കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായ ഒരാളുടെ നിലയിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും അബദ്ധ പ്രചാര വേലകളല്ലല്ലോ. എന്നാൽ ന്യായമായ നഷ്ടപരിഹാരത്തിന് വേണ്ടിയുള്ളത്. അപ്പോൾ അത്തരം ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം പല രൂപത്തിൽ ഇത്തരം പ്രചാര വേലകൾ ശക്തമാണ്. ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണനെ പോലെ കുറച്ചുകൂടി ഇന്റലക്ച്വലായി മീഡിയ പ്രവർത്തനം നടത്തുന്ന ഒരാൾ കേവലം ഒരു സോഷ്യൽ മീഡിയ പ്രചാര വേലയെ മാത്രം ആശ്രയിച്ചല്ലോ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കേണ്ടത് എന്ന ഒരു തോന്നൽ നമ്മളെപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുള്ളൂ. താങ്കൾക്കെതിരായിട്ട് താങ്കൾ ഇങ്ങനെ പ്രയോഗിച്ചതായിട്ടൊരു പ്രചാരണം ഉണ്ടായിരുന്നു. അത് ഞാൻ ശരിയാണ്, അത് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിരുന്നില്ല എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് താങ്കൾ ഇപ്പോൾ കിട്ടിയ അവസരത്തിൽ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് മാത്രമല്ല കാര്യത്തിൽ കേരളത്തിലുള്ള മറ്റാളുകൾക്കും അതിനകത്തൊരു ക്ലാരിറ്റി വരുമല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ക്ലാരിറ്റി വരുത്താൻ ഈ അവസരം നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഉന്നയിച്ചത്. താങ്ക് യു വെരി മച്ച് മിനിസ്റ്റർ.